ഹലോ ഹായ് എല്ലാവർക്കും ലേണയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മൾ നോക്കാൻ പോകുന്നത് ഫെബ്രുവരി മാസത്തിലെ ഫുൾ കറണ്ട് അഫയേഴ്സ് ആണ്. ഓക്കെ, ഫെബ്രുവരി 1 തൊട്ട് 28 വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇനിയും വീഡിയോസ് കാണുന്നില്ലെങ്കിൽ വലിയൊരു നഷ്ടമാണ്. കാരണം നമ്മൾ ന്യൂസ് ഉണ്ടാക്കുന്നത് പേപ്പർ നോക്കിയിട്ട് എഴുതിയ ന്യൂസുകളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഓരോ പേപ്പറും വായിച്ച് നോക്കിയിട്ട് അതിന് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല വീക്ക്ലി കറണ്ട് അഫയേഴ്സ് നമ്മൾ ഇടുന്നുണ്ട്, മന്ത്ലി കറണ്ട് അഫയേഴ്സ് ഇടുന്നുണ്ട്, ഇയർലി കറണ്ട് അഫയേഴ്സും നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ നിങ്ങൾക്ക് ജനുവരിയിലെ ഓരോ ആഴ്ചയിലെ കറണ്ട് അഫയേഴ്സും അതുപോലെ തന്നെ ജനുവരി മാസത്തിലെ ഫുൾ കറണ്ട് അഫയേഴ്സും 2024 മുഴുവൻ കറണ്ട് അഫയേഴ്സും നമ്മുടെ ചാനലിലുണ്ട്. ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം, ഒട്ടും സമയം കളയരുത്, വേഗം പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം നോക്കാം നമുക്ക്. ഹു ഈസ് ദ ചെയർമാൻ ഓഫ് ISRO? അല്ലെ, ISROയുടെ തലപ്പത്ത് മാറ്റം വന്നിരിക്കുകയാണ്. ISROന്റെ ചെയർമാൻ ആരാണ് എന്നാണ് ചോദ്യം. ആരാണ്? ഡോക്ടർ എസ് സോമനാഥ് വിരമിച്ചു. അല്ലെ, ഡോക്ടർ എസ് സോമനാഥ് ആയിരുന്നു ചെയർമാൻ ആയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം വിരമിച്ചിട്ട് ഇപ്പൊ പുതിയ ചെയർമാനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഡോക്ടർ വി നാരായണനാണ് കേട്ടോ. ജനുവരി 15 അദ്ദേഹം ചുമതലയേറ്റത്. അപ്പൊ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ പുതിയ ചെയർമാനായിട്ട് ആരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്? ഡോക്ടർ വി നാരായണൻ ജനുവരി 15 ചുമതലയേറ്റിട്ടുണ്ട്. തൊട്ടും മുന്നത്തെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ എസ് സോമനാഥ് ആയിരുന്നു അല്ലെ. അദ്ദേഹം വിരമിച്ചു. അദ്ദേഹം മലയാളിയാണ്. അദ്ദേഹം വിരമിച്ചതോടെയാണ് ഡോക്ടർ വി നാരായണൻ ജനുവരി 15 ചുമതലയേറ്റിട്ടുള്ളത്. LPSC ഡയറക്ടർ ആയിരുന്നു കേട്ടോ. അദ്ദേഹം ബഹിരാകാശ വകുപ്പ് സെക്രട്ടറിയും സ്പേസ് കമ്മീഷൻ ചെയർമാനുമായി നിയമിച്ചതിന് പിന്നാലെയാണ് ISROയുടെ തലപ്പത്തെത്തുന്നത്. തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ നടന്ന ചടങ്ങിലാണ് നാരായണൻ ISRO ചെയർമാൻ പദവി ഏറ്റെടുത്തത്. 2 വർഷത്തേക്കാണ് കേട്ടോ നിയമനം എന്ന് പറയുന്നത്. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ നീലക്കാട്ടുവിളൈ സ്വദേശിയാണ് അദ്ദേഹം. ഇസ്രോയുടെ 14ാമത്തെ ചെയർമാനാണ്. അപ്പോൾ ഹു ഈസ് ദ 14th ചെയർമാൻ ഓഫ് ISRO എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഡോക്ടർ വി നാരായണൻ അല്ലെ. 1969 ഓഗസ്റ്റ് 15 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം സ്ഥാപിച്ചത്. ഓഗസ്റ്റ് 15 ബഹിരാകാശ കേന്ദ്രം സ്ഥാപിച്ചത്. ബാംഗ്ലൂരിലെ അന്തരീക്ഷ് ഭവനാണ് ISROയുടെ ആസ്ഥാനം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, നമ്മൾ രണ്ടാമത്തെ ചോദ്യം കിടക്കുകയാണ്. ഹു വാസ് അവാർഡഡ് ദ US ഫ്രീഡം മെഡൽ? US ഫ്രീഡം മെഡൽ എന്നും പറയാം, അല്ലെങ്കിൽ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം എന്നും പറയാം കേട്ടോ. അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് ഈ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ US ഫ്രീഡം മെഡൽ എന്ന് പറയുന്നത്. അത് റിസീവ് ചെയ്തത് ആരാണ് എന്നാണ് ചോദ്യം. ആർക്കാണ് ഈ അവാർഡ് സമ്മാനിച്ചത് എന്നാണ് ചോദ്യം. അപ്പോൾ ആർക്കാണ്? റൈറ്റ് ആൻസർ ഈസ് പോപ്പ് ഫ്രാൻസിസ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി ആയിട്ടുള്ള പ്രസിഡന്റിന്റെ വിശിഷ്ട ഫ്രീഡം മെഡൽ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് സമ്മാനിച്ചിട്ടുണ്ട്. സ്ഥാനം ഒഴിഞ്ഞ US പ്രസിഡന്റ് ആയിട്ടുള്ള ജോ ബൈഡൻ തന്നെയാണ് മെഡൽ മാർപ്പാപ്പയ്ക്ക് സമ്മാനിച്ചിട്ടുള്ളത്. വിവിധ മേഖലകളിൽ സവിശേഷ സേവനത്തിനുള്ള പ്രസിഡന്റ് ഫ്രീഡം മെഡലിന് മുൻ സ്റ്റേറ്റ് സെക്രട്ടറി ഹിലറി ക്ലിന്റൺ, ഷെഫ് ജോസ് ആന്ദ്രെ, പരിസ്ഥിതി പ്രവർത്തക ജെയിൻ ഗുഡാൾ എന്നിവരും അർഹരായിട്ടുണ്ട്. അടുത്ത ചോദ്യമാണ് മൂന്നാമത്തെ ചോദ്യം. ഹു ഈസ് ദ മലയാളി പ്ലെയർ ഹു സ്കോർഡ് ദ വേൾഡ് റെക്കോർഡ് ഫോർ മോസ്റ്റ് റൺസ് വിതൗട്ട് ഗെറ്റിംഗ് ഔട്ട് ഇൻ ലിസ്റ്റ് A ക്രിക്കറ്റ്? അതായത് ലിസ്റ്റ് A ക്രിക്കറ്റിൽ പുറത്താകാതെ കൂടുതൽ റൺസ് എന്ന ലോക റെക്കോർഡ് നേടിയ മലയാളി താരം ആരാണ് എന്നാണ് ചോദ്യം. ലിസ്റ്റ് A ക്രിക്കറ്റിൽ പുറത്താകാതെ കൂടുതൽ റൺസ് എന്ന ലോക റെക്കോർഡ് നേടിയ മലയാളി താരം ആരാണ്? ദ റൈറ്റ് ആൻസർ ഈസ് കരുൺ നായർ. ഓക്കെ, വിജയ് ഹസാരെ ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിൽ 5 മത്സരങ്ങളിൽ നിന്നും പുറത്താകാതെ 542 റൺസ് നേടിയതോടെയാണ് മുൻ ഇന്ത്യൻ താരം കൂടിയായിട്ടുള്ള കരുൺ ചരിത്രം കുറിച്ചിരിക്കുന്നത്. 542 റൺസ് പുറത്താകാതെ. 2010 പുറത്താകാതെ 527 റൺസ് നേടിയ ന്യൂസിലൻഡ് താരം ജെയിംസ് ഫ്രാങ്ക്ലിന്റെ റെക്കോർഡാണ് ആര് തകർത്തത്? മലയാളിയായിട്ടുള്ള കരുൺ നായർ തകർത്തത്. അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം. ഹു ഈസ് ദ ന്യൂ സെക്രട്ടറി ഓഫ് BCCI? അതായത് എന്താണ് BCCIന്റെ ഫുൾ ഫോം? എന്താണ്? ബോർഡ് ഓഫ് കൺട്രോൾ ഓഫ് ക്രിക്കറ്റ് ഇൻ ഇന്ത്യ അല്ലെ, BCCI. BCCIയുടെ പുതിയ സെക്രട്ടറി ആരാണ് എന്നാണ് ചോദ്യം. ആരാണ്? ദേവജിത്ത് സൈക്കിയ. BCCI എന്ന് പറഞ്ഞാൽ ബോർഡ് ഓഫ് കൺട്രോൾ ഓഫ് ക്രിക്കറ്റ് ഇൻ ഇന്ത്യ. മലയാളത്തില്, പച്ച മലയാളത്തിൽ എന്ത് പറയും? ഇന്ത്യൻ ക്രിക്കറ്റ് നിയന്ത്രക സംഘടന അല്ലെ. അതിന്റെ പുതിയ സെക്രട്ടറി ആയിട്ട് ദേവജിത്ത് സൈക്കിയെ എതിരില്ലാതെയാണ് തെരഞ്ഞെടുത്തത്. രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ അധ്യക്ഷനായിട്ടുള്ള ജയ്ഷായുടെ പിൻഗാമിയായാണ് മുൻ ആഭ്യന്തര ക്രിക്കറ്റ് താരം കൂടിയായിട്ടുള്ള ദേവജിത്ത് സൈക്കിയ സെക്രട്ടറി പദവിയിൽ എത്തുന്നത്. BCCI ട്രഷറർ സ്ഥാനത്തേക്ക് ഛത്തീസ്ഗഡിൽ നിന്നുള്ള പ്രഭജയ് സിംഗ് ബാട്ടിയും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്.
അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം, വിച്ച് ഇസ് ദ ഫോർത്ത് കൺട്രി ടു അച്ചീവ് സ്പേസ് ഡോക്കിംഗ് ടെക്നോളജി? എന്താണ് സ്പേസ് ഡോക്കിംഗ് ടെക്നോളജി എന്ന് പറയുന്നത്? എന്താണ്? ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് ജോയിനിങ് ടു സ്പേസ് ക്രാഫ്റ്റ് ടുഗദർ. രണ്ട് സ്പേസ് ക്രാഫ്റ്റിന് ജോയിൻ ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്ത്? സ്പേസ് ഡോക്കിംഗ് ടെക്നോളജി എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഫോർ ഫ്യൂച്ചർ സ്പേസ് മിഷൻ, അല്ലെ? അപ്പൊ നാലാമത്തെ രാജ്യം, അതായത് ഡോക്കിംഗ് സാങ്കേതിക വിദ്യ കൈവരിക്കുന്ന ലോകത്തെ നാലാമത്തെ രാജ്യം ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ്? അത് ഇന്ത്യയാണ് കേട്ടോ. അപ്പൊ ഡോക്കിംഗ് സാങ്കേതിക വിദ്യ കൈവരിക്കുന്ന ലോകത്തെ 4ാം രാജ്യമായിട്ട് ഇന്ത്യ മാറിയിരിക്കും. ബാക്കിയുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്? റഷ്യ, US, ചൈന എന്നിവയാണ് ഈ നേട്ടം കൈവരിച്ചിട്ടുള്ള ബാക്കിയുള്ള രാജ്യങ്ങൾ, അല്ലെ? റഷ്യ, US, ചൈന, 4ാമത്തെ നമ്മുടെ ഇന്ത്യയും. ഇന്ത്യൻ ബഹിരാകാശ പര്യവേക്ഷണ ചരിത്രത്തിലെ നാഴികക്കല്ലായി സ്പേസ് ഡെക്സ് ഇരട്ട ഉപഗ്രഹങ്ങളുടെ ഡോക്കിംഗ് ISRO വിജയകരമായിട്ട് പൂർത്തിയാക്കിയിരിക്കുകയാണ്. PSLV-C-60 റോക്കറ്റ് ഉപയോഗിച്ച് ഡിസംബർ 30-ന് ഭൂമിയിൽ നിന്ന് 475 കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിൽ എത്തിച്ച് 2 ഉപഗ്രഹങ്ങളെയാണ് ജനുവരി 16-ന് ബഹിരാകാശത്ത് കൂട്ടിച്ചേർത്തത്. നമ്മൾ പറഞ്ഞു 2 ഉപഗ്രഹങ്ങളെ കൂട്ടിച്ചേർത്തു. അതിനെ പറയുന്ന ടെക്നോളജിയാണ് എന്തെന്ന് പറയുന്നത്? സ്പേസ് ഡോക്കിംഗ് ടെക്നോളജി അല്ലെങ്കിൽ സ്പേസ് ഡോക്കിംഗ് പ്രോസസ് ഓഫ് ജോയിനിങ് ടു സ്പേസ് ക്രാഫ്റ്റ് ടുഗദർ. ഓക്കെ, അത് നടത്തുന്ന ഡോക്കിംഗ് സാങ്കേതിക വിദ്യ കൈവരിക്കുന്ന ലോകത്തെ 4ാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറിയിരിക്കുകയാണ്. ബാക്കിയുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്? റഷ്യ, US, ചൈന എന്നിവയാണ് ഈ നേട്ടം കൈവരിച്ചിട്ടുള്ള ബാക്കിയുള്ള രാജ്യങ്ങൾ, അല്ലെ? അടുത്ത ചോദ്യം, ആറാമത്തെ ചോദ്യം, വിച്ച് സ്റ്റേറ്റ് ബിക്കം ദ ഫസ്റ്റ് സ്റ്റേറ്റ് ടു ഇംപ്ലിമെന്റ് യൂണിഫോം സിവിൽ കോഡ്? യൂണിഫോം സിവിൽ കോഡ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആദ്യത്തെ സംസ്ഥാനം ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ്? ദ റൈറ്റ് ആൻസർ ഈസ് ഉത്തരാഖണ്ഡ്. നമ്മൾ ഉത്തരാഖണ്ഡിനെ കുറിച്ച് പറഞ്ഞേ ഉള്ളൂ. ഉത്തരാഖണ്ഡ് എന്ന് പറയുമ്പോൾ ദേവഭൂമി, അല്ലെ? പൂക്കളുടെ താഴ്വര എന്ന് അറിയപ്പെടുന്ന ഉത്തരാഖണ്ഡാണ് യൂണിഫോം സിവിൽ കോഡ് ആദ്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത്. എന്താണ് യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ? എന്താണ്? ഏക വ്യക്തി നിയമം. ഏക വ്യക്തി നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുഭാര്യത്വവും അതുപോലെ തന്നെ ബഹുഭർത്തൃത്വവും വിലക്കുന്ന കോഡാണ് ഈ സിവിൽ കോഡ്, ഏക വ്യക്തി നിയമം എന്ന് പറയുന്നത്. അതായത് വിവാഹത്തിനും വിവാഹമോചനത്തിനും, നമ്മൾ പറഞ്ഞു വിവാഹത്തിന് നമ്മൾ രജിസ്റ്റർ ചെയ്യണം, അല്ലെ? അതുപോലെ തന്നെ വിവാഹമോചനത്തിനും നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ വിവാഹത്തിനും വിവാഹമോചനത്തിനും പുറമെ വിവാഹം കഴിക്കാതെ ഒരുമിച്ച് ജീവിക്കുന്നവരുടെ രജിസ്ട്രേഷൻ നിർബന്ധമാക്കുന്നതാണ് ഏത്? ഏക വ്യക്തി നിയമം എന്ന് പറയുന്നത്. അപ്പോൾ ഉത്തരാഖണ്ഡ് ഇന്ത്യയിലെ ഏക വ്യക്തി നിയമം നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനമായിട്ട് മാറിയിരിക്കുകയാണ്. ജനുവരി 28 മുതൽ ഉത്തരാഖണ്ഡിലെ യൂണിഫോം സിവിൽ കോഡ് പ്രാബല്യത്തിൽ വന്നതായിട്ട് അവിടുത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള പുഷ്കർ സിംഗ് ധാമി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം, ഏഴാമത്തെ ചോദ്യം, ഹു വോൺ ദ അണ്ടർ-19 വിമൻസ് T20 വേൾഡ് കപ്പ് ഇൻ മലേഷ്യ? മലേഷ്യയിൽ നടന്ന അണ്ടർ-19 വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ജേതാക്കളായത് ആരാണ്? ഏത് ടീമാണ് എന്നാണ് ചോദ്യം. ഏത് ടീമാണ്? ദ റൈറ്റ് ആൻസർ ഈസ് ഇന്ത്യ. മലേഷ്യയിൽ നടന്ന അണ്ടർ-19 വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ജേതാക്കളായി. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 9 വിക്കറ്റിനാണ് നിക്കി പ്രസാദ് ക്യാപ്റ്റനായിട്ടുള്ള ഇന്ത്യ വിജയം കുറിച്ചത്. ഇന്ത്യയുടെ ജി തൃഷയാണ് ഫൈനലിലെ പ്ലെയർ ഓഫ് ദ മാച്ച്. ഓക്കെ, 309 റൺസ് നേടിയ തൃഷ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആയിട്ടും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. തുടരെ 2ാം ലോകകപ്പിനാണ് ഇന്ത്യ കിരീടം ചൂടുന്നത്. 2023 ദക്ഷിണാഫ്രിക്കയിൽ നടന്ന പ്രഥമ അണ്ടർ-19 വനിതാ 2020 ലോകകപ്പിലും ഇന്ത്യയായിരുന്നു ജേതാക്കൾ കേട്ടോ. അപ്പൊ 2023 ദക്ഷിണാഫ്രിക്കയിൽ നടന്നു. 2024 എവിടെയാണ് നടന്നത്? മലേഷ്യയിലാണ് നടന്നത്. അണ്ടർ-19 വനിതാ 2020 ലോകകപ്പിൽ 2 തവണയും ജേതാക്കളായത് ആരാണ്? ഇന്ത്യൻ ടീമാണ്, അല്ലെ? അടുത്ത ചോദ്യം, എട്ടാമത്തെ ചോദ്യം, ഹൂ ഹോൾഡ്സ് ദ റെക്കോർഡ് ഫോർ പ്രസന്റിംഗ് ദ ലോങ്സ്റ്റ് ബജറ്റ് ഇൻ ദ കൺട്രി? രാജ്യത്തെ ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് ആരുടെ പേരിലാണ്? ദ റൈറ്റ് ആൻസർ ഈസ് നിർമ്മല സീതാരാമൻ, അല്ലെ? ഇന്ത്യയുടെ ധനമന്ത്രി പദത്തിൽ ചരിത്രം കുറിച്ച നിർമ്മല സീതാരാമൻ കേന്ദ്ര ബജറ്റിന്റെ കാര്യത്തിലും ചരിത്രം കുറിച്ചിരിക്കുകയാണ്, അല്ലെ? 2024 ഫെബ്രുവരി 1-ന് പാർലമെന്റിന്റെ പുതിയ മന്ദിരത്തില് 75 മിനിറ്റ് നീണ്ട ബജറ്റ് അവതരണവുമായി നിർമ്മല സീതാരാമൻ നടന്നു കയറിയത് ഇന്ത്യയുടെ ചരിത്രത്തിലേക്കാണ്. ചരിത്രത്തില് രാജ്യത്തെ ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് എന്ന ചരിത്രത്തിലേക്ക്, അല്ലെ? സ്വതന്ത്ര ഭാരതത്തില് തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡും ആരുടെ പേരിലാണ്? നിർമ്മല സീതാരാമന്റെ പേരിലാണ്. തുടർച്ചയായി 8 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ചാണ് ഇന്ത്യയുടെ പവർഫുൾ ലേഡി എന്ന നിർമ്മല സീതാരാമന്റെ ചരിത്ര നേട്ടം. 7 വട്ടം തുടർച്ചയായിട്ട് ബജറ്റ് അവതരിപ്പിച്ച CD ദേശ്മുഖിന്റെ റെക്കോർഡാണ് നിർമ്മല സീതാരാമൻ മറികടന്നത്. 2019 മുതൽ 7 സമ്പൂർണ്ണ ബജറ്റും ഒരു ഇടക്കാല ബജറ്റുമാണ് നിർമ്മലയുടെ അക്കൗണ്ടിലുള്ളത്. ഈ ബജറ്റുമായി ബന്ധപ്പെട്ട് നിർമ്മല സീതാരാമൻ സ്വന്തമാക്കുന്ന ഒട്ടേറെ നേട്ടങ്ങളിൽ ഒന്ന് മാത്രമാണ് തുടർച്ചയായ ബജറ്റുകളുടെ റെക്കോർഡ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ 2 ടേം ധനമന്ത്രിയായ ഏക വനിതയാണ് 63-കാരിയായിട്ടുള്ള നിർമ്മല സീതാരാമൻ.
ഇന്ത്യയിൽ ബജറ്റ് അവതരിപ്പിച്ച ആദ്യ വനിത ആരാണ്? അത് ഇന്ദിരാഗാന്ധിയാണ്. എന്നാൽ പൂർണ്ണ സമയ ധനമന്ത്രിയുടെ റോളിലെത്തുന്ന ആദ്യ വനിത ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിർമ്മല സീതാരാമനാണ്. മനസ്സിലായോ? അതായത് ഇന്ത്യയിൽ ബജറ്റ് അവതരിപ്പിച്ച ആദ്യ വനിത ഇന്ദിരാഗാന്ധി ആണെങ്കിലും പൂർണ്ണ സമയ ധനമന്ത്രിയുടെ റോളിലെത്തുന്ന ആദ്യ വനിത ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിർമ്മല സീതാരാമനാണ്. 1969 കോൺഗ്രസ് പിളർപ്പിനെ തുടർന്ന് മൊറാർജി ദേശായി പുറത്തായപ്പോഴാണ് 1970 ബജറ്റ് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി അവതരിപ്പിച്ചത്. രാജ്യത്തെ ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് അവതരിപ്പിക്കുന്ന റെക്കോർഡും ആരുടെ പേരിലാണ്? നിർമ്മല സീതാരാമന്റെ പേരിലാണ്. 2020-21 ബജറ്റ് രേഖകൾ അടങ്ങുന്ന ലെതർ ബ്രീഫ് കേസിന് പകരം തുണി സഞ്ചിയുമായിട്ട് പാർലമെന്റിലെത്തിയ ആദ്യ ധനമന്ത്രിയും ആര് തന്നെയാണ്? നിർമ്മല സീതാരാമൻ തന്നെയാണ്. ബ്രിട്ടീഷുകാരിൽ നിന്ന് കടമെടുത്ത ബജറ്റ് അവതരണ രീതിക്കൊപ്പം ഇന്ത്യയിലേക്ക് വിരുന്നെത്തിയതാണ് ഈ ബജറ്റ് പെട്ടി എന്ന് പറയുന്നത്. 2019 മുതലാണ് തുണി സഞ്ചിയിലേക്കുള്ള മാറ്റം വന്നിട്ടുള്ളത്. ഇന്ത്യയുടെ ബജറ്റിനെ ഡിജിറ്റലാക്കിയതും നിർമ്മല സീതാരാമൻ വരുത്തിയ ഒരു പരിഷ്കാരം തന്നെയാണ്. 2021 മുതൽ കടലാസ് നോക്കി വായിക്കുന്ന പതിവ് വിട്ട് ഇന്ത്യൻ നിർമ്മിത ടാബ്ലറ്റ് നോക്കിയാണ് നിർമ്മലയുടെ ബജറ്റ് പ്രസംഗം എന്ന് പറയുന്നത്. 2003 തൊട്ട് 2005 ആ കാലയളവിൽ ദേശീയ വനിതാ കമ്മീഷൻ അംഗമായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള നിർമ്മല 2008 BJPയുടെ ദേശീയ എക്സിക്യൂട്ടീവ് അംഗമാകുന്നത്. 2010 പാർട്ടിയുടെ ദേശീയ വക്താവായി. 2016 രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ BJP നാമനിർദ്ദേശം ചെയ്ത 12 സ്ഥാനാർത്ഥികൾ ഒരാൾ ആര് തന്നെയായിരുന്നു? നിർമ്മല സീതാരാമൻ തന്നെയായിരുന്നു. 2016 മുതൽ കർണാടകയിൽ നിന്ന് രാജ്യസഭാ അംഗമായി മാറി നിർമ്മല. ആദ്യ മോദി സർക്കാരിൽ വാണിജ്യ സഹമന്ത്രിയായിട്ട് മാറിയിരുന്നു. 2017 പ്രതിരോധ മന്ത്രിയായിട്ട് ചുമതലയേറ്റു. ഇന്ദിരാഗാന്ധിക്ക് ശേഷം ആ പദവി വഹിക്കുന്ന ആദ്യ വനിത, ഇന്ത്യയുടെ ആദ്യ ഫുൾ ടൈം വനിതാ പ്രധാനമന്ത്രി എന്നീ വിശേഷതകളോടെയാണ് ഈ പദവി നിർമ്മല സീതാരാമനുള്ളത്. സുഷമ സ്വരാജിന് ശേഷം BJPയിലെ കരുത്തുറ്റ വനിതാ സാന്നിധ്യമാണ് ഈ ദക്ഷിണേന്ത്യൻ നേതാവ്. നിർമ്മല സീതാരാമനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ നാരായണൻ സീതാരാമന്റെയും സാവിത്രിയുടെയും മകളായിട്ട് 1959 ഓഗസ്റ്റ് 18 മധുരയിലെ അയ്യങ്കാർ കുടുംബത്തിലാണ് നിർമ്മല സീതാരാമന്റെ ജന്മം. സീക്രട്ട് ഹാർട്ട് കോൺവെന്റ് ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞത്. 1980 ട്രിച്ചി സീതാലക്ഷ്മി രാമസ്വാമി കോളേജിൽ നിന്ന് BA എക്കണോമിക്സ് പഠനത്തിന് ശേഷം ഡൽഹി JNUവിൽ നിന്ന് മാസ്റ്റർ ബിരുദവും MPhilഉം നേടിയിട്ടുണ്ട്. 9ാമത്തെ ചോദ്യം, വിച്ച് സിറ്റി ഈസ് ദ ഹോസ്റ്റ് ഓഫ് വേൾഡ് ഗവൺമെന്റ് സബ്മിറ്റ് 2025? ഏത് സിറ്റിയാണ്? ദ റൈറ്റ് ആൻസർ ഈസ് ദുബായ്. ഓക്കെ, അടുത്ത ചോദ്യം, അവസാനത്തെ ചോദ്യം, 10ാമത്തെ ചോദ്യം, വെർ ഈസ് ദ 14th ഏഷ്യൻ ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ ഫോറം ബീങ് ഹെൽഡ്? എവിടെയാണ് നടന്നത്? ദ റൈറ്റ് ആൻസർ ഈസ് ന്യൂ ഡൽഹി. വെർ ഈസ് ദ 14th ഏഷ്യൻ ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ ഫോറം ബീങ് ഹെൽഡ്? റൈറ്റ് ആൻസർ ഈസ് ന്യൂ ഡൽഹി. നമ്മൾ പറഞ്ഞിരുന്നു ഈ വർഷത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിക്ക് പാരീസ് ആണ് വേദിയായത് കേട്ടോ. അവിടെ ആരായിരുന്നു അധ്യക്ഷ പദവി വഹിച്ചത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമാണ് അധ്യക്ഷത വഹിച്ചത്. ഓക്കെ, 100ഓളം രാജ്യങ്ങളാണ് അതിൽ പങ്കെടുത്തത്. സാമ്പത്തിക രംഗത്തെ ഫലപ്രദമായ AI ഉപയോഗം എന്നതായിരുന്നു AI ആക്ഷൻ ഉച്ചകോടിയുടെ മുഖ്യ അജണ്ട എന്ന് പറയുന്നത്. അടുത്ത വർഷം എവിടെയാണ് നടക്കാൻ പോകുന്നത്? ഇന്ത്യയിലാണ്. അടുത്ത ചോദ്യം, 11ാമത്തെ ചോദ്യം, വിച്ച് ഓയിൽ ഫീൽഡ് ഇൻ ഇന്ത്യ സെലിബ്രേറ്റഡ് ഇറ്റ്സ് ഗോൾഡൻ ജൂബിലി ഇൻ 2024? അതായത് 2024 സുവർണ ജൂബിലി ആഘോഷിച്ച ഇന്ത്യയിലെ എണ്ണപ്പാടം ഏതാണ് എന്നാണ് ചോദ്യം. 2024 സുവർണ ജൂബിലി ആഘോഷിച്ച ഇന്ത്യയിലെ എണ്ണപ്പാടം ഏതാണ്? റൈറ്റ് ആൻസർ ഈസ് മുംബൈ ഹൈ. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടമാണ് മുംബൈ ഹൈ എന്ന് പറയുന്നത്. ബോംബെ ഹൈ എന്നാണ് മുൻപ് അറിയപ്പെട്ടിരുന്നത്, ഇപ്പോൾ മുംബൈ ഹൈ എന്നാണ് കേട്ടോ. മുംബൈ തീരത്ത് നിന്ന് ഏകദേശം 160 കിലോമീറ്റർ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഓഫ് ഷോർ എണ്ണപ്പാടമാണ് ഏത്? മുംബൈ ഹൈ എന്ന് പറയുന്നത്. 1976 മെയ് 21 ഇവിടെ എണ്ണ ഖനനം തുടങ്ങിയത്. മുംബൈ ഹൈ നോർത്ത്, മുംബൈ ഹൈ സൗത്ത് എന്നീ 2 ബ്ലോക്കുകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇന്ത്യയും റഷ്യയും ചേർന്ന് 1974 കാംബെ ഉൾക്കടലിൽ നടത്തിയ പഠനങ്ങളെ തുടർന്നാണ് ഇവിടെ എണ്ണ സമ്പത്ത് കണ്ടെത്തിയിട്ടുള്ളത്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് അസമിലെ ദിഗ്ബോയ് എന്ന് പറയുന്നത്. 1901 ദിഗ്ബോയിലെ ഏഷ്യയിലെ തന്നെ ആദ്യ എണ്ണ ശുദ്ധീകരണശാല സ്ഥാപിച്ചത്. 19ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് ഇവിടെ എണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ 2024 സുവർണ ജൂബിലി ആഘോഷിച്ച ഇന്ത്യയിലെ എണ്ണപ്പാടം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടമായിട്ടുള്ള മുംബൈ ഹൈ, അല്ലെങ്കിൽ പണ്ട് കാലത്ത് എങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത്? ബോംബെ ഹൈ എന്നാണ് അറിയപ്പെട്ടിരുന്നത്.
നമ്മൾ ഇന്ത്യയിലെ എണ്ണപ്പാടത്തിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ പറയാനുള്ള ഒരു കാര്യമാണ് സംസ്ഥാനത്ത് ആദ്യമായിട്ട് കൂൺ ഗ്രാമം ആരംഭിച്ചിരിക്കുന്നത് എവിടെയാണ്? കൂൺ ഗ്രാമം ആരംഭിച്ചിരിക്കുന്നത് നന്ദിയോടാണ്. പട്ടികവർഗ മേഖലകളിൽ കൃഷി പ്രോത്സാഹിപ്പിക്കാൻ പട്ടികവർഗ വികസന വകുപ്പ് നടപ്പാക്കുന്ന വിവിധ പദ്ധതികളുടെ ഭാഗമായാണ് ആദ്യ കൂൺ ഗ്രാമ പദ്ധതി തിരുവനന്തപുരം ജില്ലയിലാണ് കേട്ടോ, നന്ദിയോട് ഗ്രാമപഞ്ചായത്തിൽ തുടങ്ങിയിട്ടുള്ളത്. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷനുമായി ചേർന്ന് നടപ്പാക്കുന്ന ഈ പദ്ധതിയിൽ ചെലവാകുന്ന മുഴുവൻ തുകയും ഗുണഭോക്താക്കൾക്ക് സർക്കാർ സബ്സിഡിയായി നൽകുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ആദിവാസികളുടെ തനത് ജീവിതവും സംസ്കാരവും പരിചയപ്പെടുത്താനുള്ള ബൃഹത് പദ്ധതിയാണ് ഇത് ഗോത്ര പൈതൃക ഗ്രാമം ഊര് എന്ന് പറയുന്ന പദ്ധതി. ഓക്കെ, അപ്പൊ കൂൺ ഗ്രാമം എവിടെയാണ് ആരംഭിച്ചിരിക്കുന്നത്? നന്ദിയോടാണ്. നന്ദിയോട് എന്ന് പറയുമ്പോൾ എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ നന്ദിയോട് ഗ്രാമപഞ്ചായത്തിലാണ് കൂൺ ഗ്രാമം ആരംഭിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, 12ാമത്തെ ചോദ്യം. ഹു ആർ ദ വിന്നേഴ്സ് ഓഫ് ദ 78 സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റ്? അതായത് 2024, 25 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റ് ജേതാക്കൾ ആരാണ് എന്നാണ് ചോദ്യം. ആരാണ്? ബംഗാളാണ് അല്ലേ. ഹൈദരാബാദ് വേദിയായിട്ടുള്ള സന്തോഷ് ട്രോഫി ഫൈനലിൽ കേരളത്തെയാണ് തോൽപ്പിച്ചത്. എങ്ങനെ? 1-0 തോൽപ്പിച്ചാണ് ബംഗാൾ ജേതാക്കളായി മാറിയത്. ഇഞ്ചുറി ടൈമിൽ റോബി ഹെൻസെയാണ് ബംഗാളിന്റെ വിജയ ഗോൾ നേടിയത്. പശ്ചിമ ബംഗാളിന്റെ 33ാമത് കിരീട നേട്ടമാണ് കേട്ടോ ഇത്. 7 തവണ, കേരളം എത്ര തവണ നേടിയിട്ടുണ്ട്? 7 തവണയാണ് സന്തോഷ് ട്രോഫി ജേതാക്കളായിട്ടുള്ളത്. ആകെ 38 ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുത്തിട്ടുള്ളത്. ടൂർണമെന്റിലെ ടോപ്പ് സ്കോറർ ആയിട്ടുള്ള ബംഗാളിന്റെ റോബി ഹെൻസ് ഫൈനലിലെയും ടൂർണമെന്റിലെയും മികച്ച താരമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 2023, 24, 77ാമത് സന്തോഷ് ട്രോഫി ജേതാക്കൾ ആരായിരുന്നു? സർവീസസും റണ്ണേഴ്സ് അപ്പ് ഗോവയുമായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം 78ാമത് സന്തോഷ് ട്രോഫി എന്നാണ്. അതിൽ ബംഗാളാണ് അവസാനം ഫൈനലിൽ ആരെയാണ് തോൽപ്പിച്ചത്? കേരളത്തെയാണ് തോൽപ്പിച്ചത് അല്ലേ, 1-0. കേരളത്തിന് എത്ര ട്രോഫി സന്തോഷ് ട്രോഫി കിട്ടിയെന്നാണ് പറഞ്ഞത്? 7 തവണയാണ് സന്തോഷ് ട്രോഫി ജേതാക്കളായിട്ടുള്ള പശ്ചിമ ബംഗാൾ 33ാമത് കിരീട നേട്ടമാണിത്. ഓക്കെ, അടുത്ത ചോദ്യം, 13ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ്സ് പ്രൊജക്ട് ടു കൺട്രോൾ ക്യാൻസർ ഇൻ വുമൺ? അതായത് വനിതകളിലെ അർബുദ നിയന്ത്രണത്തിനുള്ള സംസ്ഥാന സർക്കാരിന്റെ, കേരള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ആരോഗ്യം ആനന്ദം എന്നുള്ള പദ്ധതിയാണ് കേട്ടോ. സംസ്ഥാന ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് 30 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളിലെ അർബുദ പരിശോധന പരിപാടിയായിട്ടുള്ള ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിൻ നടപ്പാക്കുന്നത്. എന്നാണ് ലോക അർബുദ ദിനം? എന്നാണ്? ഫെബ്രുവരി 4-നാണ്. അപ്പോൾ അർബുദ രോഗങ്ങളെ കുറിച്ചുള്ള അവബോധം ജനങ്ങളിൽ വളർത്തി ഇത് മുൻകൂട്ടി കണ്ടുപിടിക്കാനും പ്രതിരോധ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും ചികിത്സാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനുമായിട്ട് എല്ലാ വർഷവും ഫെബ്രുവരി 4-ന് ലോക അർബുദ ദിനമായിട്ട് ആചരിക്കാറുണ്ട്. അർബുദത്തിനെതിരെ 170 രാജ്യങ്ങളായി പ്രവർത്തിക്കുന്ന 1000-ലധികം സംഘടനകളുടെ കൂട്ടായ്മയായി യൂണിയൻ ഫോർ ദി ഇന്റർനാഷണൽ ക്യാൻസർ കൺട്രോൾ UICC യൂണിയൻ ഫോർ ദ ഇന്റർനാഷണൽ ക്യാൻസർ കൺട്രോൾ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടനയാണ്. ഇനി ലോക അർബുദ ദിന ക്യാമ്പയിൻ പ്രമേയങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. 2025 to 27 വരെ എന്താണ്? യുണൈറ്റഡ് ബൈ യൂണിക് എന്നുള്ളതായിരുന്നു. ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2022 to 24 എന്തായിരുന്നു? ക്ലോസ് ദ കെയർ ഗ്യാപ്പ് എന്നായിരുന്നു. 2019 to 21 വരെ ഐ ആം ആൻഡ് ഐ വിൽ എന്നുള്ളതായിരുന്നു അതിന്റെ തീം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, 14ാമത്തെ ചോദ്യം. ഹു ഈസ് ദ വിന്നർ ഓഫ് ദ JCB ലിറ്റററി അവാർഡ് 2024? 2024 JCB സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ് എന്നാണ് ചോദ്യം. ആരാണ്? ദ റൈറ്റ് ആൻസർ ഈസ് ഉപമന്യു ചാറ്റർജി. ഉപമന്യു ചാറ്റർജിയുടെ ലോറൻസോ സെർച്ചസ് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ് എന്ന കൃതിയാണ് പുരസ്കാരത്തിന് അർഹമായിട്ടുള്ളത്. അപ്പോൾ എന്താണ് JCB ലിറ്ററേച്ചർ ഫൗണ്ടേഷൻ? എന്താണ് JCB സാഹിത്യ പുരസ്കാരം എന്ന് പറയുമ്പോൾ എന്താണ്? ഈ സാഹിത്യ സൃഷ്ടികൾക്ക് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുക നൽകുന്ന സാഹിത്യ പുരസ്കാരമാണ് ഇത്. JCB സാഹിത്യ പുരസ്കാരം എന്ന് പറയുന്നത് ഏർപ്പെടുത്തിയ JCB ലിറ്ററേച്ചർ ഫൗണ്ടേഷനാണ് ഇത് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇംഗ്ലീഷിൽ രചിച്ചതോ മറ്റ് ഇന്ത്യൻ ഭാഷകളിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതുമായ കൃതികൾക്ക് നൽകപ്പെടുന്ന JCB സാഹിത്യ പുരസ്കാരം ഏർപ്പെടുത്തിയത് 2018-ലാണ്. 25 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. വിവർത്തനം ചെയ്യുന്നവർക്ക് 10 ലക്ഷം രൂപ നൽകുന്നു. അടുത്ത ചോദ്യം, 15ാമത്തെ ചോദ്യം. ഹൂസ് ഓട്ടോബയോഗ്രഫി ഈസ് ബിഫോർ മെമ്മറി ഫേഡ്സ്? ബിഫോർ മെമ്മറി ഫേഡ്സ് ആരുടെ ആത്മകഥയാണ് എന്നാണ് ചോദ്യം. ആരുടെയാണ്? ഫാലി S. നരിമാൻ.
മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകനും ഭരണഘടനാ വിദഗ്ധനുമായിട്ടുള്ള ഫാലി എസ് നരിമാൻ്റെ ആത്മകഥയാണ് ഇത് ബിഫോർ മെമ്മറി ഫെയ്റ്റ്സ് എന്ന് പറയുന്നത്. അദ്ദേഹം ഈ ഇടെയാണ് അന്തരിച്ചത്. 2024 ഫെബ്രുവരി 21 അദ്ദേഹം അന്തരിച്ചത്. ഓക്കെ, അപ്പം നമ്മൾ ഫെബ്രുവരി മാസത്തെ മുഴുവൻ കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തെടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്കുള്ളൊരു ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു, മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലേൺ ന്യൂ എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.